ഹായ് മക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഏജ് യു മസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 6 ഇംഗ്ലീഷിലെ യൂണിറ്റ് 2 ആണ്. ടുവേർഡ്സ് ദ ഹൊറൈസോൺ, ചക്രവാളത്തിലേക്ക് എന്ന ചാപ്റ്റർ. ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ഓൾ ദാറ്റ് യു ആർ. നോ ദാറ്റ് ദർ ഇസ് സംതിങ് ഇൻസൈഡ് യു ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ എനി ഒബ്സ്റ്റക്കിൾ. ക്രിസ്റ്റ്യൻ ഡി ലാർസൺ. അപ്പോൾ ക്രിസ്റ്റ്യൻ ഡി ലാർസൺ എഴുതിയിട്ടുള്ള ഒരു കോട്ടിൽ നിന്നാണ് ഈ ലെസൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ അവനവനിൽ തന്നെ വിശ്വസിക്കുക. തടസ്സങ്ങളേക്കാൾ വലിയ എന്തോ ഒന്ന് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഈ തടസ്സങ്ങളെ ഒബ്സ്റ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ നേരിടുന്നതിന് വേണ്ടിയുള്ള ഒരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മളിൽ തന്നെ നമ്മുടെ കഴിവിനെ വിശ്വസിക്കുക എന്നാണ് ഈ കോട്ട് പറയുന്നത്. ദ ഡോർ വേ ആണ് ഫസ്റ്റ് ചാപ്റ്റർ. അതിലാദ്യം തന്നിരിക്കുന്നത് ഒരു ന്യൂസാണ്. അപ്പോൾ ആ ന്യൂസ് ഒന്നാന്ന് വായിക്കാം. വിനീഷ ഉമാശങ്കർ ഏൺസ് ഗ്ലോബൽ പ്രൈസ്. ഗ്ലാസ്ഗോ, UK. Vinisha Umashankar, a 15-year-old environmentalist from India, received a standing ovation at the 2021 UN Climate Change Conference, COP26, for her passionate speech on climate action. അപ്പോൾ വിനീഷ ഉമാശങ്കർ എന്ന് പറഞ്ഞാൽ 15 വയസ്സുള്ള കുട്ടിക്ക് ഒരു സ്റ്റാൻഡിങ് ഒവേഷൻ, എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുക കിട്ടി. UN ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസിലായിരുന്നു ആ സംഭവം ഉണ്ടായിരുന്നത്. ഫോർ ഹർ പാഷനേറ്റ് സ്പീച്ച്, അവളുടെ വികാരാധീനമായ ഒരു പ്രസംഗത്തിനാണ് ആ ഒരു കയ്യടി കിട്ടിയത്. At 12, വിനീഷ ഇൻവെൻറ്റഡ് എ സോളാർ പവർഡ് അയണിങ് കാർഡ് ടു റെഡ്യൂസ് പൊല്യൂഷൻ. ഇപ്പോൾ 12ാമത്തെ വയസ്സിൽ വിനീഷ ഒരു സോളാർ കൊണ്ട് പ്രവർത്തിക്കുന്ന തേപ്പ് പെട്ടി, ഒരു തേപ്പ് കട, തേച്ച് കൊടുക്കുന്ന, അയൺ ചെയ്ത് കൊടുക്കുന്ന ഒരു കട, ഒരു ഉന്തുവണ്ടിയിൽ സെറ്റ് ചെയ്തു. ഏർണിംഗ് ഹർ ദ ചിൽഡ്രൻസ് ക്ലൈമറ്റ് പ്രൈസ് ഇൻ 2020 and making her a finalist for the Earth's Hot Prize. Her statement, "I am not just a girl from India, I am a girl from Earth," inspired many, highlighting her as a leading voice for youth-driven environmental change. അപ്പോൾ 2020 അവൾക്ക് ക്ലൈമറ്റ് പ്രൈസ് കിട്ടി, ചിൽഡ്രൻസ് ക്ലൈമറ്റ് പ്രൈസ്. കുട്ടികളുടെ ഒരു സമ്മാനമാണ്, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു എൻവയറമെൻറ്റൽ പ്രോഗ്രാമിൻ്റെ ഒരു സമ്മാനം കിട്ടി. അപ്പോൾ അവൾ പറഞ്ഞത് എന്താണ്, ഞാൻ ഇന്ത്യയിൽ നിന്നല്ല, ഞാൻ ഭൂമിയിൽ നിന്നാണെന്നാണ് പറഞ്ഞത്. അതൊരു ഇൻസ്പയറിങ് വേർഡ്സ് ആയിരുന്നു. അവൾക്ക് ആ ഒരു വോയിസിനാണ് സമ്മാനം കിട്ടിയത്. ഫോർ വാട്ട് ഡിഡ് ഉമാശങ്കർ റിസീവ് എ സ്റ്റാൻഡിങ് ഒവേഷൻ. അപ്പോൾ ഉമാശങ്കർ എന്തിനാണ് സ്റ്റാൻഡിങ് ഒവേഷൻ കിട്ടിയത്? ഫോർ ഹർ പാഷനേറ്റ് സ്പീച്ച് ഓൺ ക്ലൈമറ്റ് ആക്ഷൻ. ക്ലൈമറ്റ് ആക്ഷനെതിരെയുള്ള പാഷനേറ്റ്, വികാരാധീനമായ പ്രസംഗത്തിന്. വാട്ട് ഡിഡ് ഷീ ഇൻവെൻറ്റ് അറ്റ് ദ ഏജ് ഓഫ് 12. 12ാമത്തെ വയസ്സിൽ അവൾ എന്താണ് കണ്ടുപിടിച്ചത്? എ സോളാർ പവേർഡ് അയണിങ് കാർഡ് ടു റെഡ്യൂസ് പൊല്യൂഷൻ. ഒരു സോളാർ പവർ കൊണ്ടുള്ള തേക്കുന്ന ഒരു ഉന്തുവണ്ടി, അതാണ് കണ്ടുപിടിച്ചത്. ഡു യു ബിലീവ് എനി വൺ ക്യാൻ ബി ഇൻവെൻറ്റർ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ആർക്ക് വേണമെങ്കിലും ഒരു കണ്ടുപിടുത്തം നടത്താം, അല്ലെങ്കിൽ ഒരു ഇൻവെൻറ്റർ ആകാമെന്ന്? യെസ്, ഐ ഡു ബിലീവ്. ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഓർ ഡു യു നീഡ് സ്പെഷ്യൽ സ്കിൽസ്. ഒരു സ്പെഷ്യൽ സ്കില്ല് അതിന് ആവശ്യമാണോ? സ്പെഷ്യൽ സ്കില്ലൊന്നും അതിന് ആവശ്യമില്ല. അതിന് നമുക്കൊരു മനസ്സുണ്ടായാൽ മതി, ഒരു ഐഡിയ ഉണ്ടായാൽ മതി, ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടായാൽ മതി. ഇഫ് യു കുഡ് ഇൻവെൻറ്റ് സംതിങ്, വാട്ട് വുഡ് ഇറ്റ് ബി. അപ്പം നിങ്ങൾ ഒരു സാധനം അങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അത്? ഓരോ കുട്ടികളും ചിന്തിക്കേണ്ട കാര്യമാണ്, അക്കോർഡിംഗ് ടു യുവർ ക്രിയേറ്റിവിറ്റി ആൻഡ് യുവർ ഇൻട്രസ്റ്റ്. ഇനി നെക്സ്റ്റ് പേജിൽ സ്റ്റോറിയാണ്. ഹിയർ ഇസ് എ സ്റ്റോറി അബൌട്ട് എ യങ് ബോയ് ഹു മെയ്ഡ് ആൻ ഇൻവെൻഷൻ ദാറ്റ് സേവ്ഡ് ഹിസ് വില്ലേജ് ഫ്രം ഹങ്കർ. അപ്പം വിശപ്പിൽ നിന്ന് അവൻ്റെ ഗ്രാമത്തിനെ രക്ഷിച്ച ഒരു കണ്ടുപിടുത്തം നടത്തിയ കുട്ടിയുടെ കഥയാണ് നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്നത്. ഓക്കെ. ദ ബോയ് ഹു ഹാർനസ്ഡ് ദ വിൻഡ്. കാറ്റിന് കടിഞ്ഞാണിട്ട കുട്ടി എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. കാറ്റിന് കടിഞ്ഞാണിട്ട കുട്ടി. വില്യം കിംബാവ ആൻഡ് ബ്രയാൻ മീൽ. വില്യം കിംബാവയും ബ്രയാൻ മീലറുമാണ് ഈ കഥ എഴുതിയത്. ഇതിനകത്ത് ഈ സ്റ്റോറിയുടെ ക്യാരക്ടർ, വില്യം എന്ന ക്യാരക്ടർ ഈ വില്യം കിംബാവ തന്നെയാണ്. ഇൻ എ സ്മോൾ വില്ലേജ് ഇൻ മലാവി, എ പുവർ കൺട്രി ഇൻ ആഫ്രിക്ക, people had no money for lighting their home. So the villagers, most of them small farmers, went to bed as soon as night fell. അപ്പോൾ ഈ കഥ നടക്കുന്നത് ആഫ്രിക്കയിലുള്ളൊരു പാവപ്പെട്ട ഒരു വില്ലേജിലാണ്.
പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഒരു ഗ്രാമത്തിലാണ്. അവർക്ക് സ്വന്തമായിട്ട് വീട്ടിൽ വിളക്ക് കത്തിക്കാൻ പോലും വൈദ്യുതി കണക്ഷൻ, ഇലക്ട്രിസിറ്റി കണക്ഷൻ കൊണ്ടുവരാൻ പോലും അവരുടെ കയ്യിൽ പൈസയില്ല. അത് ഒരു വീടുകൾ ഉള്ള ഒരു ഗ്രാമത്തിലാണ് ഈ കഥ നടക്കുന്നത്. സോ ദ വില്ലേജേഴ്സ്, മോസ്റ്റ് ഓഫ് ദം സ്മോൾ ഫാമേഴ്സ്, വെൻറ്റ് ടു ബെഡ് ആസ് സൂൺ ആസ് നൈറ്റ് ഫെൽ. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഇരുട്ടാവുമ്പോൾ തന്നെ അവർ ഭക്ഷണം കഴിച്ച് നേരത്തെ കിടന്നുറങ്ങും. ബട്ട് ഫോർ വില്യം, എ യങ് ബോയ്, ഡാർക്ക്നെസ് വാസ് ദ ടൈം ഫോർ ഡ്രീംസ്. പക്ഷേ വില്യത്തിന് ഈ ഇരുട്ടെന്ന് പറയുന്നത് സ്വപ്നം കാണാനുള്ള സമയമായിരുന്നു. ഹി ഡ്രീംഡ് ഓഫ് പുട്ടിങ് ടുഗെദർ തിങ്സ് ആൻഡ് ടേക്കിംഗ് ദം അപ്പാർട്ട്. അപ്പോൾ അവൻ എന്തൊക്കെയാണ് സ്വപ്നം കണ്ടിരുന്നത്? സാധനങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിനും അത് പിരിച്ച് പഴയ രീതിയിലാക്കുന്നതും, മെക്കാനിക്സം ആയിരുന്നു അവൻ സ്വപ്നം കണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, വൈ ഡിഡ് ദ വില്ലേജേഴ്സ് ഗോ ടു ബെഡ് ഏർലി? വില്ലേജേഴ്സ് എന്തുകൊണ്ടാണ് നേരത്തെ ഉറങ്ങാൻ പോയിരുന്നത്? അതിൻ്റെ ആൻസർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പീപ്പിൾ ഹാഡ് നോ മണി ഫോർ ലൈറ്റിംഗ് ദെയർ ഹോം. ആളുകൾക്ക് അവരുടെ വീട്ടിൽ പ്രകാശം കൊണ്ടുവരാൻ പൈസ ഉണ്ടായിരുന്നില്ല. സോ മോസ്റ്റ് ഓഫ് ദം വെൻ ടു ബെഡ് ആസ് സൂൺ ആസ് നൈറ്റ് ഫോൾ. അപ്പോൾ മിക്കവരും സന്ധ്യ ആകുമ്പോൾ തന്നെ ഉറങ്ങാൻ പോകുമായിരുന്നു. ഇനി വേർഡ് ഗാലറി കൊടുത്തിട്ടുണ്ട്. ആ വേർഡ് ഗാലറിയിൽ നമുക്ക് പുതിയ വേർഡ്സ്, ഈ ചാപ്റ്ററിലുള്ള പുതിയ വേർഡ്സാണ് നമ്മൾ എഴുതേണ്ടത്. ഞാൻ കുറച്ച് വേർഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫാസിനേറ്റഡ്, മ്യൂസീഷ്യൻ, വണ്ടർ, എവേക്ക്, ഗോസ്റ്റ്, ഫ്ലാഷ്ഡ്, ട്വൽ. ഇതെല്ലാം പുതിയ വേർഡ്സാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത വേർഡ്സ് എന്തെങ്കിലും ഇനി ഈ ഒരു പാസേജിലുണ്ടെന്നാണെങ്കിൽ അത് കൂട്ടിച്ചേർക്കാവുന്നതാണ്. നമുക്ക് കഥയിലേക്ക് പോകാം. ഹി കെപ്റ്റ് ടോയ് ട്രക്ക് വിത്ത് വീൽസ് മെയ്ഡ് ഓഫ് ബോട്ടിൽ ക്യാപ്സ് അണ്ടർ ഹിസ് ബെഡ്. അപ്പോൾ അവൻ ഈ കുപ്പികളുടെ മൂടി കൊണ്ട് വീലുണ്ടാക്കി ടോയ് ട്രക്സ്, ചെറിയ ചെറിയ ലോറികളും ട്രക്കുകളും ഒക്കെ ഉണ്ടാക്കി കട്ടിലിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഹി വാസ് ഫാസിനേറ്റഡ് ബൈ മ്യൂസിക് ഹി ഹേർഡ് ഓൺ ദ റേഡിയോ. അവന് അത്ഭുതമായിരുന്നു അവൻ്റെ റേഡിയോയിൽ കൂടി കേൾക്കുന്ന പാട്ടുകളും റേഡിയോയുടെ ഉള്ളിൽ നിന്ന് ആൾക്കാർ സംസാരിക്കുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ അവന് ഭയങ്കര അത്ഭുതമായിരുന്നു. വേർ ആർ ദ മ്യൂസീഷ്യൻസ് ആൻഡ് സിംഗേഴ്സ് ഇൻ ഹി വുഡ് വണ്ടർ. ഈ റേഡിയോയുടെ ഉള്ളിൽ ഈ ആൾക്കാരൊക്കെ എങ്ങനെയാണ് പോയിരുന്ന് പാട്ട് പാടുന്നതും കഥകൾ പറയുന്നതും ഓരോ കാര്യങ്ങൾ പറയുന്നതും എന്ന് വിചാരിച്ചിട്ട് അവൻ അത്ഭുതപ്പെടാറുണ്ടായിരുന്നു. ഹി വുഡ് ക്രാക്ക് ഓപ്പൺ ഓൾഡ് റേഡിയോ ടു ഫൈൻഡ് ദം. അവൻ എന്ത് ചെയ്യും, ഈ പഴയ ഒരു റേഡിയോ തല്ലിപ്പൊട്ടിച്ച് നോക്കും ഈ ആളുകളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. സോ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വൈ ഡിഡ് വില്യം ക്രാക്ക് ഓപ്പൺ ഓൾഡ് റേഡിയോസ്? അതിൻ്റെ ആൻസറാണ്, വില്യം ക്രാക്ക് ഓപ്പൺഡ് ഓൾഡ് റേഡിയോസ് ടു ഫൈൻഡ് ദ മ്യൂസീഷ്യൻസ് ആൻഡ് സിംഗേഴ്സ് ഇൻ ദ റേഡിയോ. മ്യൂസീഷ്യൻസിനെയും സിംഗേഴ്സിനെയും കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്, റേഡിയോ തല്ലിപ്പൊട്ടിച്ച് നോക്കിയത്. ആസ് ഹി ലേ എവേക്ക് ഹിസ് ഗ്രാൻഡ് പാസ് ടെയിൽസ് ഓഫ് മാജിക് ഫ്ലാഷ് ത്രൂ ഹിസ് മൈൻഡ്. അപ്പോൾ അവനങ്ങനെ രാത്രി കാലങ്ങളിൽ കിടക്കുമ്പോൾ അവൻ്റെ മുത്തച്ഛൻ അവന് പറഞ്ഞു കൊടുത്തിരുന്ന മാന്ത്രിക കഥകളിലെ കാര്യങ്ങൾ അവൻ്റെ മനസ്സിലേക്ക് വരും. ഗോസ്റ്റ് ഡാൻസേഴ്സ് ഇൻ ദ സ്റ്റോറീസ് സീംഡ് ടു വേൾ ബിഫോർ ഹിസ് ഐസ്. അപ്പം പ്രേതത്തിനെ പോലെ ഡാൻസ് കളിക്കുന്ന നർത്തകർ അവരൊക്കെ അവൻ്റെ കൺമുൻപിൽ വന്ന് കറങ്ങുന്നത് പോലെയും ഡാൻസ് കളിക്കുന്നത് പോലെയൊക്കെ അവന് തോന്നും. ആസ് വില്യം വർക്ക്ഡ് ഇൻ ദ ഫീൽഡ് അറ്റ് ഡോൺ ഹി ഇമാജിൻ ഹി കുഡ് സീ മാജിക്കൽ ബീയിങ്സ് എമംഗ് ദ റോസ് ഓഫ് മെയ്സ്. പ്രഭാതത്തിൽ അവൻ ചോളത്തോട്ടത്തിൽ ജോലിയെടുക്കുമ്പോൾ അവൻ എന്ത് ചെയ്യും, മാജിക്കൽ ബീയിങ്സ്, ഈ മാന്ത്രിക ജന്തുക്കളൊക്കെ എന്ത് ചെയ്യും, അവൻ്റെ മുമ്പിൽ വരുന്ന പോലെയൊക്കെ അവൻ സ്വപ്നം കാണും. ആസ് ട്രക്സ് റംബിൾഡ് അക്രോസ് ദ പാത്ത് ഹി വണ്ടർഡ് ഹൗ ദിയർ എൻജിൻസ് മെയ്ഡ് ദം ഗോ. അപ്പോൾ ട്രക്കുകൾ ഈ വലിയ വലിയ ട്രക്കുകൾ ആ വഴിയിൽ കൂടെ പോകുമ്പോൾ ഇവൻ വിചാരിക്കും, ഈ എൻജിനുകൾ എങ്ങനെയാണ് ഈ ട്രക്കുകളെ ഓടിച്ചുകൊണ്ട് പോകുന്നത്, എൻജിനുകൾ എങ്ങനെയാണ് ഈ ട്രക്കിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നൊക്കെ ഇവൻ ആലോചിക്കാറുണ്ട്. ലുക്ക് വേർ യു ത്രോ യുവർ ഹോ ഹിസ് ഫാദർ വുഡ് ഷൗട്ട്, ഷേക്കിംഗ് ഹിം ഔട്ട് ഓഫ് ഹിസ് ഡ്രീമി തോട്ട്സ്. നോക്കൂ, നീ എവിടെയാണ് നിൻ്റെ മൺവെട്ടി ഇട്ടിരിക്കുന്നത്, എവിടെയാണ് നീ വെട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇവനെ വഴക്ക് പറയാറുണ്ട്. നീ നിൻ്റെ ഈ സ്വപ്നം കാണൽ നിർത്തിയിട്ട് നീ എവിടെയാണ് വെട്ടണേന്ന് നോക്കൂ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവനെ കുലുക്കി വിളിക്കാറുണ്ട്. ബട്ട് ദ മാജിക്കൽ ബീയിങ്സ് ഓഫ് വില്യംസ് ഇമാജിനേഷൻ കുഡ് നോട്ട് ബ്രിങ് റെയിൻ. പക്ഷേ വില്യമിൻ്റെ ഈ ഇമാജിനേഷനിലുള്ള ഈ ആലോചനയിലും ഈ സ്വപ്നത്തിലുള്ള സങ്കല്പത്തിലുള്ള ഈ മാജിക്കൽ ബീയിങ്സിനൊന്നും മഴ കൊണ്ടുവരാൻ സാധിച്ചില്ല.
വിതൗട്ട് വാട്ടർ ദ ആംഗ്രി സൺ സ്കോച്ച് ദ ഫീൽഡ്. വെള്ളമില്ലാതെ ഈ സൂര്യൻ എന്ത് ചെയ്തു, വയൽ കരിച്ചു കളഞ്ഞു. ദ ഫാമേഴ്സ് പ്രേയേഴ്സ് ഫോർ റെയിൻ വെൻറ്റ് അൺആൻസേർഡ്. അപ്പം കൃഷിക്കാരുടെ പ്രാർത്ഥനകൾ, മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളൊക്കെ ഒന്നും ദൈവം കേട്ടില്ല. ദ റോസ് ഓഫ് മെയ്സ് ടേൺ ഇൻ ടു ഡസ്റ്റ്. ചോളങ്ങളുടെ ആ നിരകളെല്ലാം പൊടിയായി മാറി. വിത്തൗട്ട് ഫുഡ് മലാവി ബിഗാൻ ടു സ്റ്റാവ്. ഭക്ഷണം ഇല്ലാതെ മലാവി പട്ടിണിയായി. സൂൺ വില്യംസ് ഫാദർ ഗ്യാദർഡ് ദ ചിൽഡ്രൻ ആൻഡ് സെഡ്, ഫ്രം നൗ ഓൺ വി ഈറ്റ് ഓൺലി 1 meal പെർ ഡേ, മേക്ക് ഇറ്റ് ലാസ്റ്റ്. അതായത് വില്യത്തിൻ്റെ അച്ഛന് മക്കളെ എല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് മുതൽ നമ്മൾ ഒരു ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ. ബാക്കിയുള്ള ഭക്ഷണം ഇനിയുള്ള ദിവസങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ വേണ്ടിയിട്ട് നമ്മൾ ശേഖരിച്ച് വെക്കണം. അതുകൊണ്ട് ഒരു നേരം മാത്രമാണ് നമ്മളിനി ഭക്ഷണം കഴിക്കുക. പിന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ഡിഡ് വില്യം തിങ്ക് വെൻ ഹി സോ ട്രക്സ് ക്രോസിംഗ് ദ പാത്ത്. വില്യം തോട്ട് ദാറ്റ് ഹൗ ദെയർ എൻജിൻസ് മെയ്ഡ് ദം ഗോ. അതാണ് അതിൻ്റെ ആൻസർ. ഇനി വാട്ട് ഡിഡ് വില്യംസ് ഫാദർ ഡു ടു ഹെൽപ്പ് ദ ഫാമിലി സർവൈവ്. വില്യംസ് ഫാദർ ഗ്യാദർഡ് ദ ചിൽഡ്രൻ ആൻഡ് സെഡ്, ഫ്രം നൗ ഓൺ വി ഈറ്റ് ഓൺലി 1 meal പെർ ഡേ, മേക്ക് ഇറ്റ് ലാസ്റ്റ്. അതാണ് വില്യംസിൻ്റെ അച്ഛൻ തീരുമാനിച്ചത്, ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ഇൻ ദ ഈവനിങ് ദേ സാറ്റ് അറൗണ്ട് ദ ലാറ്റേൺ ആൻഡ് എയ്റ്റ് ദെയർ ഹാൻഡ് ഫുൾ ഓഫ് ഫുഡ്, വാച്ചിങ് ഹംഗ്രി പീപ്പിൾ പാസ് ലൈക്ക് സ്പിരിറ്റ്സ് അലോങ് ദ റോഡ്. വൈകുന്നേരങ്ങളിൽ അവരെന്ത് ചെയ്യും, വിളക്കിന് ചുറ്റും ഇരുന്ന് അവരുടെ ആ ഒരു പിടി ഭക്ഷണം വാരി കഴിക്കും. അപ്പോൾ മറ്റുള്ള ആൾക്കാർ, ഭക്ഷണമില്ലാത്ത ആൾക്കാർ പ്രേതങ്ങളെപ്പോലെ റോട്ടിലൂടെ അലഞ്ഞു നടക്കുന്നതും ഇവർക്ക് കാണാമായിരുന്നു. മണി ഓൾസോ ഡിസപ്പിയർഡ് വിത്ത് ദ റെയിൻ. മഴ നിന്ന് കഴിഞ്ഞപ്പോൾ, മഴ വരാതായി കഴിഞ്ഞപ്പോൾ പൈസയും അവരുടെ കയ്യിൽ നിന്നും അപ്രത്യക്ഷമാകാൻ തുടങ്ങി. പൈസ തീർന്നു പോകാൻ തുടങ്ങി ഓരോ സാധനങ്ങൾ വാങ്ങിച്ചിട്ട്. ഓൺലി എ ഫ്യൂ ലക്കി ചിൽഡ്രൻ കുഡ് ഗോ ടു സ്കൂൾ. വിരലുണ്ടാവുന്ന കുറച്ച് ഭാഗ്യവാന്മാരായ കുട്ടികൾക്ക് മാത്രമാണ് സ്കൂളിൽ പോകാനുള്ള ഭാഗ്യം കിട്ടിയത്. വില്യം വാസ് വൺ ഓഫ് ദ ഡ്രോപ്പ് ഔട്ട്സ്. വില്യം ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ള ഒരാളായിരുന്നു. അതായത് പഠിത്തം നിർത്തിയ, പാതി വഴിക്ക് പഠിത്തം ഉപേക്ഷിച്ച ഒരാളായിരുന്നു. ഫോർ വീക്സ് ഹി സ്കൾഡ് അണ്ടർ എ മാംഗോ ട്രീ. അപ്പോൾ ആഴ്ചകളോളം അവൻ സങ്കടപ്പെട്ട് ദുഃഖത്തോടെ അവിടെ ഒരു മാവിൻ്റെ കീഴിൽ ഇരിക്കുകയുണ്ടായി. ദെൻ ഹി റിമെമ്പേർഡ് എ ലൈബ്രറി ഡൗൺ ദ റോഡ്. അത് കഴിഞ്ഞ് അവൻ ഓർത്തു, അവിടെ ഒരു ലൈബ്രറി ഉണ്ട്, ഒരു ഗ്രന്ഥശാല ഉണ്ടല്ലോ എന്ന് അവന് ഓർമ്മ വന്നു. ഇൻ ദ ലൈബ്രറി ഹി ഫൗണ്ട് സയൻസ് ബുക്സ് ഫിൽഡ് വിത്ത് ബ്രില്യൻ പിക്ചേഴ്സ്. അവനങ്ങനെ ലൈബ്രറിയിൽ പോയി. ലൈബ്രറിയിൽ അവൻ എന്ത് കണ്ടു, നല്ല അസാമാന്യമായ പിക്ചറുകളൊക്കെ ഉള്ള പടങ്ങളുള്ള സയൻസ് ബുക്സ് കണ്ടു. വിത്ത് സം ഡിഫിക്കൽറ്റി ഹീ സ്റ്റാർട്ടഡ് റീഡിങ്. കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും അവൻ വായിക്കാൻ തുടങ്ങി. സൂൺ ഹീ ലേൺ ഹൗ എൻജിൻസ് മൂവ് ദ ബിഗ് ട്രക്സ് ആൻഡ് ഹൗ റേഡിയോസ് പുൾ മ്യൂസിക് ഫ്രം ദ സ്കൈ. അത് അങ്ങനെ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി എങ്ങനെയാണ് ഈ എൻജിനുകൾ ട്രക്കിനെ ഓടിച്ചുകൊണ്ട് പോകുന്നതെന്നും എങ്ങനെയാണ് റേഡിയോയുടെ ഉള്ളിൽ നിന്നും മനുഷ്യന്മാരെ സംസാരിക്കുന്നതെന്നും. അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ഡിഡ് വില്യം ലേൺ ഫ്രം ദ സയൻസ് ബുക്സ് ഇൻ ദ ലൈബ്രറി. അപ്പോൾ ഹീ ലേൺ ഹൗ എൻജിൻ മൂവ്ഡ് ദ ബിഗ് ട്രക്സ് ആൻഡ് ഹൗ റേഡിയോസ് പുൾ മ്യൂസിക് ഫ്രം ദ സ്കൈ. ഇതാണ് ആൻസർ. ഈ പേജിലും വേർഡ് ഗാലറി ഉണ്ട്. വേർഡ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. സ്ക്രോച്ച്ഡ്, റംബിൾഡ്, സ്റ്റാവ്, ഗ്യാതേർഡ്, ഡിസപ്പിയർഡ്, സ്കൾഡ്, ബ്രില്യൻറ്റ്. ഇതെല്ലാമാണ് ഞാൻ കണ്ടുപിടിച്ച വേർഡ്സ്. ഇനി അടുത്ത പേജിൽ, വാട്ട് അട്രാക്റ്റഡ് ഹിം ദ മോസ്റ്റ് വാസ് ദ പിക്ചർ ഓഫ് എ മെഷീൻ ടോളർ ദാൻ ദ ടോളസ്റ്റ് ട്രീ ഹി ഹാഡ് സീൻ. അപ്പോൾ ഇവൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മരത്തിനെക്കാട്ടിലും ഉയരമുള്ള ഒരു മെഷീൻ്റെ പിക്ചർ, ഒരു യന്ത്രത്തിൻ്റെ ഒരു പിക്ചറാണ്, ഒരു പടമാണ് അവൻ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. ഇറ്റ് ഹാഡ് ഹ്യൂജ് ബ്ലേഡ്സ് ലൈക്ക് ഫാൻ. അതിന് വലിയ വലിയ ബ്ലേഡുകളുണ്ട്, ഫാൻ പോലെയുള്ള. ഇറ്റ് ലുക്ക് ലൈക്ക് എ ജൈൻറ്റ് പിൻ വീൽ. അതൊരു വലിയ പിൻവീൽ പോലെയാണ് തോന്നിച്ചത്. വില്യം റീഡ് ഓൺ. ഹി ലേൺഡ് ദാറ്റ് ഇറ്റ് വാസ് എ മെഷീൻ ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ഇലക്ട്രിസിറ്റി ആൻഡ് പമ്പ്ഡ് വാട്ടർ. അവൻ പിന്നെ മനസ്സിലാക്കിയത് എന്താണ്, അതൊരു വലിയ മെഷീനാണ്, അത് കറണ്ട് ഉണ്ടാക്കും, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കും, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും, അതുപോലെ വെള്ളം പമ്പ് ചെയ്യും. വാട്ട് അട്രാക്റ്റഡ് വില്യം ദ മോസ്റ്റ് ഇൻ ദ ലൈബ്രറി. വില്യത്തിനെ എന്താണ് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത്? വാട്ട് അട്രാക്റ്റഡ് ഹിം മോസ്റ്റ് വാസ് എ പിക്ചർ ഓഫ് എ മെഷീൻ ടോളർ ദാൻ ദ ടോളസ്റ്റ് ട്രീസ് ഹി ഹാഡ് സീൻ. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് പാരഗ്രാഫ്, വില്യം ക്ലോസ്ഡ് ഹിസ് ഐസ്.
വില്യം അവൻ്റെ കണ്ണുകൾ പൂട്ടി. ഹീ സോ ദ മെഷീൻ ഡ്രോയിങ് കൂൾ വാട്ടർ ഫ്രം ദ ഗ്രൗണ്ട്. അവൻ സ്വപ്നം കാണാൻ തുടങ്ങി. എന്താണ്? ഈ മെഷീൻ മണ്ണിനടിയിൽ നിന്നും വെള്ളം വലിച്ചെടുക്കുന്നത്. വാട്ടർ ഗസ്റ്റ് ത്രൂ ദ തേഴ്സ്റ്റി ഫീൽഡ് ടേണിങ് ദ മേസ് ടോൾ ആൻഡ് ഗ്രീൻ. വെള്ളം ആ വരണ്ട് കിടക്കുന്ന ആ വയലിൽ കൂടെ വെള്ളം പമ്പ് ചെയ്യുന്നതും മെയ്സ് പാടം ചോളപ്പാടം ആവുന്നതും വലുതാവുന്നതും ഒക്കെ അവൻ സ്വപ്നം കണ്ടു. ദ വിൻഡ് മിൽ വാസ് മോർ ദാൻ എ മെഷീൻ. വിൻഡ് മില്ല് ഒരു മെഷീനെക്കാട്ടിലും കൂടുതലായിരുന്നു. ഇറ്റ് വാസ് എ വെപ്പൺ ടു ഫൈറ്റ് ഹങ്കർ. അതൊരു ആയുധമായിരുന്നു. അവൻ്റെ പട്ടിണിക്കെതിരെ പോരാടുന്നതിനുള്ളൊരു ആയുധം കൂടിയായിരുന്നു. ഐ വിൽ മേക്ക് ആൻ ഇലക്ട്രിക് വിൻഡ്, വില്യം വിസ്പേർഡ് ടു ഹിംസെൽഫ്. വില്യം അവനോട് തന്നെ പറയാണ്, ഞാനൊരു വൈദ്യുതി ഉണ്ടാക്കുന്ന കാറ്റാടിയന്ത്രം ഉണ്ടാക്കുമെന്ന്. ദ ജങ്ക് യാർഡ് ഇൻ ദ വില്ലേജ് വാസ് എ ട്രഷർ ഹൗസ് ടു വില്യം. അപ്പോൾ പാഴ്വസ്തുക്കൾ ശേഖരിച്ച് വെക്കുന്ന ഒരു സ്ഥലം, അതാണ് ജങ്ക് യാർഡ്. ജങ്ക് യാർഡ് അവനൊരു ട്രഷർ ഹൗസ് പോലെയായിരുന്നു, ഒരു നിധി പേടകം പോലെയായിരുന്നു. ഹീ ഫൗണ്ട് തിങ്സ് ദാറ്റ് വുഡ് ഹെൽപ്പ് ഹിം റിയലൈസ് ഹിസ് ഗ്രാൻഡ് ഡ്രീം. അവന് അവിടെ നിന്ന് കുറേ സാധനങ്ങൾ കിട്ടി. അവൻ്റെ സ്വപ്നത്തിനെ സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്ന ഒത്തിരി സാധനങ്ങൾ അവിടെ നിന്ന് കിട്ടി. സം ടൈംസ് ഹീ കുഡ് ജസ്റ്റ് പിക്കപ്പ് ലൈക്ക് എ ട്രാക്ടർ ഫാൻ ഓർ സം പൈപ്സ്. ചില സമയത്ത് അവൻ എന്ത് ചെയ്യും? ട്രാക്ടറിൻ്റെ ഫാനുകൾ, പൈപ്പുകൾ ഒക്കെ അവിടെ നിന്ന് എടുക്കുമായിരുന്നു. അതർ തിങ്സ് ലൈക്ക് ബിയറിങ്സ് ആൻഡ് ബോൾട്ട് ഹി ഹാഡ് ടു റിമൂവ്. ചില സമയത്ത് ബെയറിങ്, ബോൾട്ടുകൾ ഒക്കെ അവിടെ നിന്ന് എടുത്തു മാറ്റുമായിരുന്നു. ഹി ഹാഡ് ടു സ്ട്രെയിൻ എവറി മസിൽസ് ഇൻ ദ ബോഡി. അവൻ്റെ ശരീരത്തിലുള്ള എല്ലാ മസിൽസും സ്ട്രെയിൻ ചെയ്യേണ്ടി വരുമായിരുന്നു. ഈ ഓരോ പണി ചെയ്യാൻ വേണ്ടിയിട്ടും നന്നായിട്ട് കഷ്ടപ്പാടുണ്ട്. നല്ല കഷ്ടപ്പെട്ടു അവൻ. ദ വീൽ ഫോർ ദ ഇലക്ട്രിക് വീൽ വാസ് എ പ്രോബ്ലം. അവസാനം അവന് ഏറ്റവും പ്രോബ്ലമായി മാറിയത് എന്താണ്? വീൽസ്. ആ ഇലക്ട്രിക് വിൻഡിന് വീൽസ് വേണമല്ലോ. അതാണ് അവൻ്റെ ഒരു പ്രോബ്ലമായി മാറിയത്. ബട്ട് ആഫ്റ്റർ മച്ച് റാംഗ്ലിംഗ് വില്യം ഗോട്ട് ഇറ്റ്. കുറേ അന്വേഷണങ്ങൾക്ക് ശേഷം വില്യത്തിന് അത് കിട്ടുകയും ചെയ്തു. വില്യംസ് ഫാദർ അലൗഡ് ഹിം ടു ടേക്ക് ഔട്ട് വൺ ഓഫ് ദ വീൽസ് ഓഫ് ഹിസ് ബൈസിക്കിൾ. വില്യമിൻ്റെ അച്ഛൻ അവൻ്റെ സൈക്കിളിൽ നിന്ന് ഒരു വീലെടുക്കാൻ അനുവദിച്ചു. ഇറ്റ് വാസ് എ ബിഗ് സാക്രിഫൈസ്. അതൊരു വലിയ ത്യാഗമായിരുന്നു. ദ ബൈസിക്കിൾ വാസ് ഹിസ് ഫാമിലീസ് ഓൺലി വെഹിക്കിൾ. ആ സൈക്കിളായിരുന്നു അവൻ്റെ കുടുംബത്തിനുള്ള ആകെയുള്ളൊരു വാഹനം. ഗോ എവേ, വില്യം ഷൗട്ടഡ് ടു ദ ബേർഡ്സ് ആൻഡ് സ്പൈഡേഴ്സ് വിച്ച് ഹാഡ് മെയ്ഡ് ദ ജങ്ക് യാർഡ് ദിയർ ഹോം. അപ്പോൾ വില്യം ജങ്ക് യാർഡിനുള്ളിൽ കയറുമ്പോൾ അവിടെ താമസിച്ചിരുന്ന പക്ഷികളോടും എട്ടുകാലികളൊക്കെ ഓടിച്ചു വിടും. ഗോ എവേ എന്ന് പറഞ്ഞിട്ട് ഓടിച്ചു വിടുമായിരുന്നു. ഇനി ഇവിടുത്തെ ഒരു ചോദ്യമുണ്ട്. വൈ ഡിഡ് വില്യം ഗോ ടു ജങ്ക് യാർഡ്? ജങ്ക് യാർഡിൽ എന്തിനാണ് വില്യം പോയത്? ജങ്ക് യാർഡ് ഇൻ ദ വില്ലേജ് വാസ് എ ട്രഷർ ഹൗസ് ടു വില്യം. ഹീ ഫൗണ്ട് തിങ്സ് ദാറ്റ് വുഡ് ഹെൽപ്പ് ഹിം റിയലൈസ് ഹിസ് ഗ്രാൻഡ് ഡ്രീം. അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. വൈ ഡിഡ് വില്യം തിങ്ക് ദ വിൻഡ്മിൽ വാസ് മോർ ദാൻ ജസ്റ്റ് എ മെഷീൻ? അതിൻ്റെ ആൻസർ ഉണ്ട്. He saw the machine drawing cool water from the ground. The water gushed through the thirsty field, turning the maize tall and green. The windmill was so he thought that the windmill was more than a machine. It was a weapon to fight hunger. അത് ഒരു ആയുധമായിട്ടാണ് കണക്കാക്കിയത് വിൻഡ് മില്ലിനെ. ഇനി നമുക്ക് കഥയിലേക്ക് വീണ്ടും വരാം. As William carried his prized possession home, the villagers said to each other, "He is crazy. Only crazy people play with trash." അപ്പോൾ വില്യം ഈ സാധനങ്ങളൊക്കെ അവൻ്റെ കൈവശം കിട്ടിയ സാധനങ്ങളെല്ലാം വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ വില്ലേജേഴ്സ് എന്ത് പറയും? ഗ്രാമത്തിലുള്ള മറ്റുള്ളവർ എന്ത് പറയും? അവന് ഭ്രാന്താണ്, ഭ്രാന്തുള്ള ആൾക്കാർ മാത്രമേ ചവറുകൂനയിൽ ഇങ്ങനെ സാധനങ്ങൾ എടുത്തിട്ട് കളിക്കുള്ളൂ എന്ന് പറയും. സോ വാട്ട് മെയ്ഡ് ദ വില്ലേജേഴ്സ് തിങ്ക് വില്യം വാസ് ക്രേസി? എന്തുകൊണ്ടാണ് വില്ലേജേഴ്സ്, ഗ്രാമത്തിലുള്ള ആൾക്കാർ വില്യം ഭ്രാന്തനാണെന്ന് വിചാരിച്ചത്? അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ഓൺലി ക്രേസി പീപ്പിൾ പ്ലേ വിത്ത് ത്രാഷ്. ഭ്രാന്തന്മാർ മാത്രമേ കൊണ്ട് കളിക്കുകയുള്ളൂ. ഇനി അടുത്ത പാരഗ്രാഫ്. ആഫ്റ്റർ മെനി വീക്സ് വില്യം അറേഞ്ച്ഡ് ഹിസ് പീസസ് ഇൻ ദി ഡർട്ട്. A broken bicycle, rusted bottle cap, plastic pipe. There were even a small generator that powered a headlight on a bike. അപ്പോൾ കുറേ ആഴ്ചകൾക്ക് ശേഷം വില്യം എന്ത് ചെയ്തു? ഇവന് കിട്ടിയ പീസുകളെല്ലാം, കിട്ടിയ കഷ്ണങ്ങളെല്ലാം കൂട്ടി വെച്ച് ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കി. അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു? ഒരു പൊട്ടിയ സൈക്കിൾ ഉണ്ടായിരുന്നു,
ബോട്ടിലിൻ്റെ ക്യാപ്പുകളുണ്ടായിരുന്നു, തുരുമ്പിച്ചത്, പ്ലാസ്റ്റിക് പൈപ്പുകളുണ്ടായിരുന്നു, ഒരു ജനറേറ്റർ പോലും ഉണ്ടായിരുന്നു, ഒരു ബൈക്കിൻ്റെ ഒരു ജനറേറ്റർ, അത് ലൈറ്റ് കത്തിക്കുന്ന ഒരു ജനറേറ്റർ പോലും ഉണ്ടായിരുന്നു. ഫോർ 3 days he bolted, banged and tinkered. 3 ദിവസം അവൻ എന്ത് ചെയ്തു? ബോൾട്ട് ചെയ്യും, അടിച്ച് പരത്തും, അറ്റകുറ്റപ്പണി ചെയ്യും, മാറ്റം വരുത്തും. ഇത് തന്നെ പരിപാടി. ബാങ് എന്ന് പറഞ്ഞാൽ അടിക്കുക, അടിച്ച് പരത്തുക. ടിങ്കേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റകുറ്റപ്പണികൾ നടത്തുക, അതിന് മാറ്റം വരുത്തുക എന്നെല്ലാമാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ ഇതെല്ലാം അവൻ ചെയ്തു. ബോൾട്ട് ചെയ്യും, അഴിക്കും, അടിക്കും, അറ്റകുറ്റപ്പണി നടത്തും. അത് തന്നെ ഒരു 3 ദിവസം. ചിക്കൻ സ്ക്വാക്ഡ്, ഡോഗ്സ് ഹൗൾഡ് ആൻഡ് നെയ്ബേഴ്സ് ഷുക്ക് ദെയർ ഹെഡ്. കോഴികൾ കൂകി, നായ്ക്കൾ കുരച്ചു, ഓളിയിട്ടു, ആൻഡ് നെയ്ബേഴ്സ് ഷുക്ക് ദെയർ ഹെഡ്സ്. വാട്ട് ഈസ് ദ ക്രേസി ബോയ് ഡൂയിങ് നൗ? അപ്പോൾ അയ്യൽക്കാരൊക്കെ എന്ത് ചെയ്തു? ഇവൻ എന്താണ് ഈ ചെയ്യണേന്ന് തലകുലുക്കി ചോദിച്ചുകൊണ്ടിരുന്നു. ദ നെയ്ബേഴ്സ് ആസ് ദെംസെൽഫ്, അവരോട് തന്നെ ചോദിച്ചു. ബട്ട് ഹിസ് കസിൻസ് ജെഫ്രി ആൻഡ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട് ഗിൽബർട്ട് സൂൺ അപ്പിയർഡ്. അപ്പോഴാണ് ജെഫ്രിയും ഗിൽബർട്ടും വരണത്. ക്യാൻ വി ഹെൽപ്പ് വിത്ത് ഇലക്ട്രിക് വിൻഡ്? ഞങ്ങൾ നിന്നെ സഹായിക്കട്ടെ, ഈ ഇലക്ട്രിക് വിൻഡ് ഉണ്ടാക്കാൻ, കാറ്റാടി യന്ത്രം ഉണ്ടാക്കാൻ ഞങ്ങൾ സഹായിക്കട്ടെ. ദേ ആസ്ക്ഡ് ഹിം. ഗെറ്റ് യുവർ ആക്സസ് ആൻഡ് ഫോളോ മീ, വില്യം സെഡ്. നിങ്ങൾ നിങ്ങളുടെ മഴു എടുത്തിട്ട് എൻ്റെ കൂടെ വരും. വില്യം ടുക്ക് ദം ടു ദ ഫോറസ്റ്റ്. അവർ 3 പേരും കൂടി ഫോറസ്റ്റിൽ പോയി, കാട്ടിൽ പോയി. ടുഗെദർ ദേ സ്വങ് ദെയർ ഷാർപ്പ് ബ്ലേഡ്സ് ഇൻ ടു ദ ട്രങ്ക്സ് ഓഫ് ദ ട്രീ. അപ്പം അവർ 3 പേരും കൂടി വലിയ വലിയ മരത്തിലേക്ക് അവരുടെ കോടാലികൾ ആഞ്ഞു വീശി. അപ്പോൾ ഈ സ്വങ് എന്ന് പറഞ്ഞാൽ SWUNG, സ്വങ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്. സ്വിങ്ങിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് സ്വങ് എന്ന് പറഞ്ഞിട്ട് വരാം. ദേ കട്ട് ലോങ് പ്ലാങ്ക്സ് ആൻഡ് ഹാമർഡ് ദം ടുഗെദർ ടു മേക്ക് ദ ടവർ ഫോർ ദ വിൻഡ് മിൽ. അവരെന്ത് ചെയ്തു? അവർ വലിയ വലിയ തടികൾ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അതെന്ത് ചെയ്തു? ഒരുമിച്ച് കൂട്ടി യോജിപ്പിച്ചു. എന്തിനാണ്? വിൻഡ് മില്ലിൻ്റെ ടവർ ഉണ്ടാക്കാൻ വേണ്ടി. ദേ എറക്റ്റഡ് ദ ടവർ ആൻഡ് ഫിക്സ് എ ഹ്യൂജ് ബ്ലേഡ് ഓൺ ദ ടോപ്പ്. അവർ ടവർ നിർമ്മിച്ചു, അതിൻ്റെ മേലെ ബ്ലേഡും ഫിക്സ് ചെയ്തു. ഇനി മൈ വേർഡ് ഗാലറിയിൽ വീണ്ടും പുതിയ വാക്കുകളുണ്ട്. ത്രാഷ്, പൊസഷൻ, ജങ്ക്യാർഡ്, ജനറേറ്റർ, ടിങ്കേർഡ്, സ്ക്വാക്ഡ്. ഇതെല്ലാമാണ് പുതിയ വേർഡ്സായിട്ട് ഞാൻ കണ്ടുപിടിച്ചെഴുതിയത്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ വേർഡ്സ് കിട്ടിയാൽ നിങ്ങൾക്ക് എഴുതാം. ഹൗ ഡിഡ് വില്യം ക്രിയേറ്റഡ് ദ ടവർ ഫോർ ദ വിൻഡ് മിൽ? ഇപ്പോൾ വില്യം എങ്ങനെയാണ് ടവർ ക്രിയേറ്റ് ചെയ്തത്? അതിൻ്റെ ആൻസർ ആ ലാസ്റ്റ് പാരഗ്രാഫിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഹീ കട്ട് long planks and hammered them together to make the tower for the windmill. They erected the tower and fixed huge blades on the top. അതാണ് അതിൻ്റെ ആൻസർ. ഇനി അടുത്ത പേജിൽ വില്യം ഹാഡ് മെയ്ഡ് എ ക്രൂഡ് മോട്ടർ വിച്ച് വുഡ് റൊട്ടേറ്റ് ആസ് ദ വിൻഡ് ടേൺ ദ ബ്ലേഡ്സ്. അപ്പോൾ വില്യം ഒരു പരുക്കൻ യന്ത്രം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതെന്ത് ചെയ്യും? ഈ വിൻഡ് കാറ്റ് വന്ന് ബ്ലേഡ് കറങ്ങുന്നതനുസരിച്ചിട്ട് അതും വർക്കാകും. അത് കറങ്ങുന്ന രീതിയിലുള്ളൊരു മോട്ടർ അവൻ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആസ് സൂൺ ആസ് ദ വിൻഡ് വാസ് സ്ട്രോങ് ഇനഫ് ടു ടേൺ ദ ബ്ലേഡ്സ് ഹീ കണക്റ്റഡ് ദ വയേഴ്സ് ഫ്രം ദ മോട്ടർ ടു ദ ബൾബ്. ഒരു മോട്ടർ ഉണ്ടായിരുന്നു, പഴയൊരു മോട്ടർ, ജനറേറ്റർ കിട്ടിയെന്ന് പറഞ്ഞല്ലോ, അതിൽ നിന്നുള്ളൊരു മോട്ടർ അവൻ അഴിച്ചെടുത്ത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാറ്റ് വന്നു, ഈ ബ്ലേഡ് നന്നായിട്ട് കറങ്ങാൻ തുടങ്ങിയപ്പോൾ ഇവൻ എന്ത് ചെയ്തു? ആ മോട്ടറിലേക്ക് ബൾബ് കണക്ട് ചെയ്തു. വില്യം, ജെഫ്രി ആൻഡ് ഗിൽബർട്ട് വാച്ച്ഡ് എക്സൈറ്റഡ്ലി ആസ് ദ ലൈറ്റ് ഗ്ലോഡ്. അപ്പോൾ ഇവർ 3 പേരും, വില്യവും ജെഫ്രിയും ഗിൽബർട്ടും 3 പേരും ആകാംക്ഷയോടെ നോക്കി നിന്നു ആ ലൈറ്റ് കത്തുന്നത്. ഇറ്റ് ഗ്ലോഡ് ഫെയിൻലി അറ്റ് ഫസ്റ്റ്. ആദ്യം അത് മുനിഞ്ഞു കത്തി, മന്ദമായിട്ട് ചെറുതായിട്ട് മുനിഞ്ഞു കത്തി. ബട്ട് ആസ് ദ വിൻഡ് ബിക്കെയിം സ്ട്രോങ് ഇറ്റ് ബേൺഡ് ബ്രൈറ്റ് ലൈക്ക് ദ സൺ. കാറ്റ് വേഗത്തിലായപ്പോൾ, നല്ല ശക്തമായ കാറ്റ് വരാൻ തുടങ്ങിയപ്പോൾ ആ ബൾബ് നല്ല പ്രകാശം, സൂര്യനെ പോലെ പ്രകാശിക്കാൻ തുടങ്ങി. വെൽ ഡൺ, വൺ ഓഫ് ദ ഓൺലുക്കേഴ്സ് ഷൗട്ടഡ്. സൂൺ എവ്രിബഡി സ്റ്റാർട്ടഡ് ചിയറിങ്. അപ്പോൾ ഇത് കാഴ്ചക്കാരായിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു. ഇതിനകത്തൊരു കാഴ്ചക്കാരൻ ഈ ബൾബ് കത്താൻ തുടങ്ങിയപ്പോഴത്തേക്കും വെൽ ഡൺ എന്ന് പറഞ്ഞിട്ട് അവർ ചിയർ ചെയ്തു. അപ്പോൾ ബാക്കിയുള്ള ഗ്രാമത്തിലുള്ള ബാക്കി കാഴ്ചക്കാരും അവരെ ചിയർ ചെയ്യാൻ തുടങ്ങി, പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വെൻ ഡിഡ് ദ ഓൺലുക്കർ സ്റ്റാർട്ടഡ് ചിയറിങ്? ദ ഓൺലുക്കർ സ്റ്റാർട്ടഡ് ചിയറിങ് വെൻ ദ
wind became stronger and the bulb began burned brightly like the sun. അപ്പോൾ വിൻഡ് സ്ട്രോങ് ആയി ബൾബ് സൂര്യനെ പോലെ പ്രകാശിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഓൺലുക്കേഴ്സ് അവനെ ചിയർ ചെയ്തത്, അവനെ പ്രോത്സാഹിപ്പിച്ചത്. ഐ ഹാവ് മെയ്ഡ് ആൻ ഇലക്ട്രിക് വിൻഡ്, വില്യം ഷൗട്ടഡ് എസ്റ്റാറ്റിക്കലി. ഞാനൊരു ഇലക്ട്രിക് വിൻ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഞാനൊരു കാറ്റാടി യന്ത്രം ഉണ്ടാക്കിയെന്ന് വില്യം ഒച്ചയുണ്ടാക്കി. അത് ഉന്മാദാവസ്ഥയിൽ, അതായത് ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, ആ ഒരു ഇതിൽ അവൻ ഒച്ചയുണ്ടാക്കി. ഉന്മാദാവസ്ഥ എന്നാണ് അതിൻ്റെ മീനിങ് വരിക, എസ്റ്റാറ്റിക്കലി. ബട്ട് വില്യം ന്യൂ ഹി ഹാഡ് ജസ്റ്റ് ബിഗൺ. പക്ഷെ അവനറിയായിരുന്നു അവൻ തുടങ്ങിയിട്ടേ ഉള്ളെന്ന്. ഹി ഹാഡ് ഓൺലി മാനേജ് ടു ലൈറ്റ് എ ബൾബ് വിത്ത് വിൻഡ് മിൽ. അവൻ ആകെ ഒരു ബൾബ് മാത്രമേ കത്തിച്ചിട്ടുള്ളൂ അവൻ്റെ ആ വിൻഡ് മില്ല് കൊണ്ട്. ബട്ട് ഹി ഹാഡ് മെയ്ഡ് ദ ബിഗിനിങ്. പക്ഷെ അവൻ്റെ ഒരു തുടക്കം കുറിച്ചു. സൂൺ അനദർ മോർ പവർഫുൾ വിൻഡ് മിൽ വുഡ് വർക്ക് എ പമ്പ്. താമസിക്കാതെ വേറൊരു വലിയ വിൻഡ് മില്ല്, ഇതിലും വലിയൊരു വിൻഡ് മില്ല് പമ്പായിട്ട് വർക്ക് ചെയ്യും. ഇറ്റ് വുഡ് വാട്ടർ ദ ഫീൽഡ്സ് ഓഫ് ദ വില്ലേജ് ക്രിയേറ്റിംഗ് ഫുഡ് വേർ വൺസ് ദെയർ വാസ് നൺ. അതെന്ത് ചെയ്യും, ആ വിൻഡ് മില്ല് വെള്ളം പമ്പ് ചെയ്യുകയും അവിടുത്തെ ഫീൽഡുകൾ, പാടങ്ങൾ, ചോളപ്പാടങ്ങൾ നനയ്ക്കുകയും അവർക്ക് ഭക്ഷണം കിട്ടുകയും ചെയ്യും, ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഇറ്റ് വുഡ് ബി മോർ വണ്ടർഫുൾ മാജിക് ദാൻ വാട്ട് ഹീ ഹാഡ് ഹേർഡ് ഇൻ ഹിസ് ഗ്രാൻഡ് പാസ് സ്റ്റോറി. അപ്പോൾ ഇത് അവൻ്റെ മുത്തച്ഛൻ പറഞ്ഞ കഥയിലെ മാജിക്കിനേക്കാളും കുറച്ചുകൂടി നല്ല ഒരു മാജിക് ആയിരിക്കും എന്നാണ് അവന് തോന്നിയത്. ഇതിനകത്ത് നമുക്ക് വേർഡ് ഗാലറി ഉണ്ട്. ക്രൂഡ് മോട്ടർ, എക്സൈറ്റഡ്ലി, ഫെയിൻറ്റ്ലി, ഓൺലുക്കർ, എസ്തറ്റിക്കലി, അതെല്ലാമാണ് ഞാൻ കണ്ടുപിടിച്ച വേർഡ്സ്. അപ്പം നിങ്ങൾക്ക് ഇനിയും കൂടുതൽ വേർഡ്സ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചെഴുതാം. വൈ ഡിഡ് വില്യം തിങ്ക് ഹി ഹാഡ് ജസ്റ്റ് ബിഗൻ. എന്തുകൊണ്ടാണ് വില്യം ചിന്തിച്ചത് ഞാനിതിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ എന്ന്. വില്യം തോട്ട് ദാറ്റ് ഹി ഹാഡ് ജസ്റ്റ് ബിഗൻ ബിക്കോസ് ഹിസ് നെക്സ്റ്റ് മിഷൻ വാസ് ടു ബിൽഡ് എ വിൻഡ് മിൽ ദാറ്റ് വുഡ് പമ്പ്. It would water the field of the village, creating food where once there was none. അപ്പോൾ അവൻ്റെ അടുത്ത മിഷൻ എന്താണ്, ഒരു വലിയ വിൻഡ് മിൽ ഉണ്ടാക്കുക. ആ വിൻഡ് മില്ല് എന്ത് ചെയ്യും, വെള്ളം പമ്പ് ചെയ്യും. ഈ വെള്ളം അവിടുത്തെ പാടങ്ങൾ, ചോളപ്പാടങ്ങൾ നനക്കും, അവർക്ക് ഭക്ഷണം കിട്ടും. ഇതാണ് അവൻ്റെ സ്വപ്നം. അപ്പോൾ ഇവൻ ഇത് തുടങ്ങിയതേ ഉള്ളൂ, ഇനിയും അവന് കുറേ ദൂരം മുന്നോട്ട് പോകാനുണ്ട് എന്നാണ് അവൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഓതേഴ്സിനെ പറ്റി നോക്കാം. ദ ബോയ് ഹു ഹാർനസ് ദ വിൻഡ് വാസ് ഓതേർഡ് ബൈ വില്യം കമ്പാവെ ആൻഡ് ബ്രയൻ മീലർ. അപ്പോൾ രണ്ടുപേരും കൂടിയാണ് ഈ കഥ എഴുതിയത്. വില്യമിൻ്റെ സ്വന്തം കഥയാണ് എഴുതിയിരിക്കുന്നത്. വില്യം ബോൺ നിയർ ദ വില്ലേജ് ഓഫ് വിംബി ഇൻ മലാവിയിൽ അടുത്തുള്ളൊരു വില്ലേജിലാണ് വില്യം ജനിച്ചത്. ഹി ബിക്കെയിം പോപ്പുലർ ഇൻ ഹിസ് കൺട്രി ഇൻ 2001. 2001 അവൻ പോപ്പുലർ ആയത്. വെൻ ഹി ബിൽറ്റ് എ വിൻഡ് ടർബൈൻ ഫ്രം ത്രാഷിൽ നിന്ന് അവൻ ഒരു വിൻഡ് ടർബൈൻ ഉണ്ടാക്കി, അതായത് ഒരു വിൻഡ് മിൽ ഉണ്ടാക്കി. ഹി പവർഡ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഇൻ ഹിസ് ഹോം. അവൻ്റെ വീട്ടിലുള്ള ലൈറ്റും ബൾബും ഒക്കെ അവൻ കത്തിച്ചു. He is a TED fellow and has spoken at conferences and universities around the world. അവൻ ഒരു TED പേഴ്സണാലിറ്റിയാണ്. ടെഡ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ആൾക്കാർ, മോട്ടിവേഷൻ കൊടുക്കുന്ന ആൾക്കാർ ലോകത്തിലെ പല ഭാഗത്തു നിന്നും വന്ന് അവരുടെ അനുഭവം പങ്കുവെക്കുന്ന ഒരു വേദിയാണ് ടെഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ വന്നിട്ടുള്ള ഒരാളാണ്. ഇൻസ്പിറേഷണൽ സ്പീച്ചസ് കൊടുക്കാറുള്ള ആളാണ്. കോൺഫറൻസിലും യൂണിവേഴ്സിറ്റീസിലൊക്കെ പോയി സ്പീച്ചസ് കൊടുക്കും, ഇൻസ്പിറേഷണൽ സ്പീച്ചസ്. പിന്നെ ബ്രയൻ മില്ലർ ഒരു അമേരിക്കൻ ഓതറാണ്, ജേർണലിസ്റ്റാണ്. കുറച്ച് ബുക്കുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഓൾ തിങ്സ് മസ്റ്റ് ഫൈറ്റ് ടു ലിവ്, മക് സിറ്റി, ദ ബോയ് ഹു ഹാർനസ് ദ വിൻഡ്, ഇതെല്ലാം ആണ് അദ്ദേഹത്തിൻ്റെ വർക്കുകൾ. ഇതിനകത്ത് ദ ബോയ് ഹു ഹാർനസ് ദ വിൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് 2019. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിനകത്ത് ഇടാം. ഇതിനകത്ത് രണ്ടാമത്തെ പ്രാവശ്യം ഈ ബൾബ് കത്തിച്ചതിന് ശേഷം വീണ്ടും ഇവർ വെള്ളം കൊണ്ടുവരുന്നതും വെള്ളം ചോളപ്പാടങ്ങൾ നനയ്ക്കുന്നതും അതെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റോറി എന്താണെന്ന് നിങ്ങൾ കാണുക. ഇപ്പോൾ വീഡിയോ ഇച്ചിരി ലെങ്തിയാണ്. ഗ്രാമർ, പാട്ട്, എക്സസൈസും നമുക്ക് മറ്റൊരു വീഡിയോയിലിടാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയൊരു മറ്റൊരു സെക്കൻഡ് പാർട്ടുമായിട്ട് വരുമ്പോഴേക്കും ബൈ.